നമ്മള് ഇവിടെ ഭാഗവത ധ്യാനത്തിൽ 10ാമത്തെ സ്കന്ധത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ ഭഗവാന്റെ അവതാരം വരെയുള്ള ഭാഗങ്ങളെക്കുറിച്ച് നമ്മളിവിടെ കഥയെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായി. ആ കഥാഭാഗങ്ങളിൽ നിന്നും നമ്മൾ ബോധിക്കേണ്ടതായിരിക്കുന്ന ആത്മീയ രഹസ്യം അതിനെ സംക്ഷിപ്തമായിട്ട് പറയുവാനാണ് ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്. ശ്രീകൃഷ്ണ അവതാര ചരിതത്തിന്റെ ആ താല്പര്യം, രത്നചുരുക്കം, നമ്മൾ ഇത്ര നേരം പറഞ്ഞ കഥകളിൽ നിന്നും ബോധിക്കേണ്ടതായിരിക്കുന്ന ആശയം എന്ത് എന്ന് നോക്കാം. ഇവിടെ 10ാമത്തെ സ്കന്ധത്തിലെ വിഷയം നിരോധമാണെന്ന് നമുക്ക് മനസ്സിലാകുവാൻ സാധിച്ചിട്ടുണ്ട്. നിരോധം എന്ന് പറഞ്ഞപ്പോ എന്താണ് നിരോധം എന്ന് പറഞ്ഞാൽ എന്നും പറയുകയുണ്ടായിട്ടുണ്ട്. എന്താണ് നിരോധം? നിരോധോസ്യാനുശയനമാത്മന സഹ ശക്തിഭിഹി, അതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മളിവിടെ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അത് നമ്മുടെ കേവലം സങ്കല്പം കൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുന്ന ഭഗവാൻ ഭക്തരക്ഷാർത്ഥം അവതാരത്തെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ധർമ്മസംസ്ഥാപനം 3 വിധത്തിൽ സാധിക്കുന്നതായിട്ട് നമുക്കിവിടെ അറിയാൻ കഴിഞ്ഞു. ഇതിന്റെ തത്വം പറയുമ്പോൾ അതിന്റെ ആ ഭാഗം കൂടി ഒന്ന് നമുക്ക് ആവർത്തിച്ചാലാണ് അതിൽ നമുക്കൊരു സംതൃപ്തി ലഭ്യമാവുക. ഈ ധർമ്മസംസ്ഥാപനം 3 വിധത്തിലാണ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കാരണം നമ്മുടെ മനസ്സ് ശുദ്ധമാകണം, പിന്നെ മനസ്സ് നിശ്ചലമാകണം, പിന്നെ നമുക്ക് ആത്മജ്ഞാനം അനുഭവവേദ്യ ബോധമായി തീരുകയും ചെയ്യണം. അപ്പൊ മനസ്സ് ശുദ്ധമാകണമെങ്കിൽ എന്ത് വേണം? നമുക്ക് നല്ലൊരു രൂപം വേണം, ധ്യാനിക്കാൻ, ജപിക്കാൻ നല്ലൊരു മൂലമന്ത്രവും. അപ്പോ ജപിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള മന്ത്രത്തിന്റെയും രൂപത്തിന്റെയും ആവശ്യകം ആയിട്ടാണ് ഈശ്വരാവതാരത്തിന്റെ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കുന്നത്. പിന്നെ രണ്ടാമത് എന്താണ്? മനസ്സ് നിശ്ചലമാകണം. അതിനെന്ത് വേണം? ഇപ്പൊ നമ്മുടെ മനസ്സിനെ രസിപ്പിക്കുന്നതായ, ആനന്ദിപ്പിക്കുന്നതായ ഏതെങ്കിലും ആശയങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ തന്നെ നമ്മൾ മുഴുകിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന് ഭഗവാന്റെ ദിവ്യങ്ങളായിരിക്കുന്ന ലീലകളുടെ ചരിതം നമുക്ക് ശ്രവിക്കുവാൻ സാധിക്കും. പിന്നെ മൂന്നാമതായിട്ട് എന്താണ്? നമുക്ക് എന്താണ് ആത്മാവ്, എന്താണ് അനാത്മാവ് എന്നുള്ളതിനൊക്കെ പരിപൂർണമായിട്ട് അറിയുവാൻ കഴിയണം. അതിനെന്താണ് ആവശ്യം? തത്വോപദേശങ്ങളാണ്, ആത്മോപദേശങ്ങളാണ്. അപ്പൊ ഈ 3 കാര്യമാണ് പ്രധാനമായിട്ട് ഒരു അവതാരത്തിലൂടെ നമുക്ക് സാധ്യമായിട്ട് തീരുന്നത്. ഇവിടെ നമ്മുടെ വേദാന്ത ദൃഷ്ടിയിൽ നമ്മുടെ ചിത്തത്തിലെ 3 ദോഷങ്ങളായിട്ട് പറയുന്നത് മലം, വിക്ഷേപം, ആവരണം എന്നാണ്. അപ്പൊ ഇതിന്റെ മലം എന്ന് പറഞ്ഞാൽ അത് പാപവാസനകളാണ് മലം എന്ന് പറയുന്നത്. കിൽപിഷാഹ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ പാപവാസനകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇഷ്ടവും അനിഷ്ടവും, രാഗം, ദേഷ്യം എന്നുള്ള രീതിയിൽ നമ്മുടെ ചിത്തം ഒന്നിനോട് അനുകൂലമായിട്ടും വേറൊന്നിനോട് പ്രതികൂലമായിട്ടും പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മലം എന്ന് പറയുന്ന ദോഷത്തിൽ അടിമകളായിരിക്കുകയാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പൊ നമുക്ക് നല്ല വീട് വേണം, നല്ല ഭാര്യയും ഭർത്താവും മക്കളും വേണം, സ്ഥാനമാനങ്ങൾ വേണം, ആദരവ് വേണം എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ആഗ്രഹങ്ങൾ, അതുപോലെ അനർത്ഥങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചിക്കണം, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്നൊക്കെയുള്ള രീതിയിൽ അനുകൂല പ്രതികൂല വിഷയങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുമ്പോൾ നമ്മളെല്ലാവരും മലം എന്ന് പറയുന്ന പാപദോഷത്തിൽ പെട്ടവരാണെന്നാണ് നമുക്ക് ആത്മീയ ശാസ്ത്രത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ മലം എന്ന് പറയുന്ന ദോഷത്തെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടാണ്, ആ ദോഷത്തിൽ നിന്നും നമുക്ക് മുന്നിലേക്ക് പോകുവാൻ വേണ്ടിയിട്ടാണ് കർമ്മയോഗത്തെ നിർദ്ദേശിച്ചിരിക്കുന്നത്. കർമ്മയോഗത്തെക്കുറിച്ച് നമുക്ക് നമ്മുടെ കപിലോപദേശത്തിൽ നിന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളതാണ്. അപ്പൊ കർമ്മയോഗം കൊണ്ടാണ് നമ്മുടെ മലം എന്ന് പറയുന്ന ദോഷം അകലിൽ നിന്ന് ഈ അവസരത്തിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അതിന് കർമ്മം യോഗത്തില് നമ്മുടെ സ്വധർമ്മം എങ്ങനെ ആചരിക്കണം, എങ്ങനെ ആചരിക്കരുത് എന്നുള്ള വ്യവസ്ഥകളെ കുറിച്ചിട്ടാണ് നമുക്കറിയുവാൻ സാധിക്കുന്നത്. അതറിയുക. പിന്നെ രണ്ടാമതായിട്ട്
ചിത്തത്തിന്റെ ദോഷമായിട്ട് പറയുന്നത് എന്താണ്? വിക്ഷേപമാണ്. വിക്ഷേപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് മനസ്സിന്റെ ഇളക്കമാണ്. മനസ്സിന്റെ ഇളക്കം. ഈ മനസ്സ് ചലിക്കുന്നത് കൊണ്ടാണ് നമുക്കിവിടെയുള്ള ഈ നാമരൂപങ്ങളിൽ അനുകൂലമായും പ്രതികൂലമായും ഇഷ്ടമായും അനിഷ്ടമായും ഒക്കെ മനസ്സ് പ്രവർത്തിക്കുന്നത്. അപ്പൊ മനസ്സ് നിശ്ചലമാകണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളോട് ആചരിക്കാൻ പറയുന്ന മാർഗം ഭക്തിയോഗമാണ്. ഭക്തിയോഗത്തെക്കുറിച്ചും സുവിചാരണ എന്ന് പറയുന്ന യോഗഭൂമികയിലെ 2ാമത്തെ ദിവസത്തിലെ കഥാഭാഗങ്ങളിൽ നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. ആ ഭാഗം കൂടി ഈ അവസരത്തിലൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഭക്തിയോഗം കൊണ്ടാണ്. അപ്പൊ ഭക്തിയോഗത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആ ഇഷ്ടദേവതയുടെ, അതായത് ഉപാസന ദേവതയുടെ മൂലമന്ത്ര ജപവും ആ രൂപത്തിന്റെ ധ്യാനവും. അപ്രകാരം ആ ഈശ്വരാഭിമുഖമായിട്ട് മനസ്സ് സഞ്ചരിക്കുവാൻ ആവശ്യമായിരിക്കുന്ന എന്താ പറയുക, ആ ബാലലീലകളും അതുപോലെയുള്ള പ്രൗഢലീലകളും ഭഗവാന്റെ എല്ലാ കഥകളും നമ്മൾ ശ്രവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വിക്ഷേപം അകന്ന് നിശ്ചലമാകുവാൻ ഇടയായിത്തീരും. ഇനി 3ാമതായിട്ട് ചിത്തത്തിന്റെ ദോഷം എന്ന് പറയുന്നത് എന്താണ്? ആവരണമാണ്. ആവരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ആത്മവിസ്മൃതിയാണ്, ആത്മ അജ്ഞാനമാണ്. ഞാൻ ആത്മാവാണെന്നറിയാതിരിക്കുമ്പോൾ എന്നിൽ ഞാൻ വേറെ എന്തോ ആരോപിക്കുന്നു. കാരണം ഞാൻ നിത്യ ശുദ്ധ ബുദ്ധ മുക്തമായ ആത്മചൈതന്യം തന്നെയാണ്. എന്നാൽ ഇത് നമുക്കറിയാതെ വരുമ്പോഴെന്താണ്? അപ്പൊ പിന്നെ ഞാൻ ഈ ശരീരമാണ്, മനസ്സാണ്, ബുദ്ധിയാണ്, ഇന്ദ്രിയങ്ങളാണ് എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ദേഹാദി സംഘങ്ങളെ ആത്മാവായിട്ട് തെറ്റിദ്ധരിക്കുന്നതിനെയാണ് ആവരണം എന്ന് പറയുന്നത്. ഈ ആവരണ ദോഷത്തിൽ നിന്നും മോചിക്കുവാനുള്ള ഉപായമാണ് ജ്ഞാനയോഗം. ജ്ഞാനയോഗത്തെക്കുറിച്ചും നമുക്ക് ആ സുവിചാരണ എന്ന് പറയുന്ന യോഗഭൂമികയിൽ തന്നെ ശ്രവിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അത് ഒന്നുകൂടി ഈ അവസരത്തിൽ നമ്മൾ ശ്രവിക്കുക, കേൾക്കുക. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നുകൂടി വ്യക്തമായിട്ട് ബോധിക്കുവാൻ സാധിക്കും. അപ്പൊ ഈ 3 കാര്യങ്ങളും എങ്ങനെയാണ് നമുക്ക് സാധ്യമാകുന്നത്? ഒരു അവതാരത്തിന്റെ ദൗത്യത്തിലൂടെ അത് സാധ്യമാകുകയാണ്. അതാണ് ശ്രീകൃഷ്ണന്റെയും ശ്രീരാമന്റെയും ഉള്ള ജീവിതങ്ങളിലൂടെ നമുക്ക് കൈവന്നിരിക്കുന്ന മഹാഭാഗ്യം. അപ്പൊ അവരുടേതായിരിക്കുന്ന ആ അവതാര സാരത്തെ നമുക്ക് യാതൊരു കലർപ്പുമില്ലാതെ വ്യക്തമാക്കി പറഞ്ഞു തരുന്നത് നമ്മുടെ സാധുക്കളാണ്, എന്ന് വെച്ചാൽ സന്യാസി ജനങ്ങളാണ്. അപ്പോ അങ്ങനെയുള്ള സന്യാസിമാരാണ് വാസ്തവത്തില് നമ്മുടേതായിരിക്കുന്ന ഈ സമൂഹത്തിന്റെ ഒരു എന്താ പറയാ പുണ്യം എന്ന് പറയാം. കാരണം അവരാണ് എന്താണ് ആചാരം, എന്താണ് അനാചാരം, എന്താണ് ദുരാചാരം, എന്താണ് സദാചാരം എന്നൊക്കെയുള്ള രീതിയിൽ ആചാരങ്ങളെ നമുക്ക് വ്യവസ്ഥ ചെയ്ത് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. സംസ്കാരം ശുദ്ധി പ്രാപിച്ച് നല്ല സംസ്കാരത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കണമെങ്കിൽ എന്താ പറയാ, യാഥാർത്ഥ്യബോധമുള്ള സന്യാസിമാരുമായിരിക്കുന്ന സംസർഗവും അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ നമ്മൾ ആചരിക്കുകയും ചെയ്യുക തന്നെ വേണം എന്ന് ഈ അവസരത്തിൽ നമ്മൾ പ്രത്യേകം ഓർക്കണം. ഇനി ഇന്നത്തെ യോഗഭൂമിക എന്ന് പറയുന്നത് എന്താണ്? സത്വാപത്തി എന്ന് പറയുന്നതാണ് 4ാമത്തെ ദിവസത്തിലെ യോഗഭൂമിക. സത്വാപത്തി. ഈ സത്വാപത്തിയിലെത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ 8ാമത്തെയും അതുപോലെ 9ാമത്തെയും സ്കന്ധത്തിലെ കഥകള്, പിന്നെ അതുപോലെ 10ാമത്തെ സ്കന്ധത്തിൽ ഭഗവാൻ അവതരിച്ചിട്ടുന്നത് നമ്മൾ പറഞ്ഞു നിർത്തിയ കഥാഭാഗങ്ങൾ വരെയുള്ള ഭാഗങ്ങൾ വിചാരം ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ സത്വാപത്തി. അപ്പൊ എന്താണ് ഈ സത്വാപത്തി എന്ന് പറഞ്ഞാൽ? മനസ്സ് സത്വഗുണം കൊണ്ട് നിറയുന്ന അവസ്ഥാവിശേഷത്തെയാണ് സത്വാപത്തി എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ എന്ത് മാത്രമേ ഉള്ളൂ? സത്വഗുണം മാത്രം. അങ്ങനെ സത്വഗുണം മാത്രമായിട്ട് നമ്മുടെ മനസ്സ് മാറുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിതിവിശേഷത്തെയാണ് സത്വാപത്തി എന്ന് പറയുന്നത്. അതിന്റെ ഗുണവിശേഷം എന്തായിരിക്കും? അപ്പോ നമ്മള് സത്വാപത്തി എന്ന യോഗഭൂമികയിൽ എത്തിക്കഴിഞ്ഞാലുള്ള അനുഭവം സംതൃപ്തിയാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ എന്നൊക്കെ കേട്ട് കാണാം അല്ലേ? ആത്മസംതൃപ്തിയാണ്. സംതൃപ്തി. പിന്നെയോ ജ്ഞാനമാണ്, പിന്നെയോ അറിവാണ്, പൂർണ്ണതയാണ്, തികവാണ് അതിന്റെ ഗുണം. അതിനു വേണ്ടിയിട്ട് എന്ത് സംഭവിക്കണം? നമ്മൾ സത്വഗുണം നിറയണമെങ്കിൽ മനസ്സിൽ
കൃഷ്ണൻ അവതരിക്കുക തന്നെ ചെയ്യണം. കാരണം കൃഷ്ണൻ അവതരിക്കുമ്പോഴാണ് വാസന നാശം സംഭവിക്കുന്നത്. വാസന നശിക്കുമ്പോഴാണ് പരിപൂർണമായിട്ടും നമ്മൾ സത്വഗുണത്തില് സ്ഥിര ചിത്തതയെ പ്രാപിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് മനസ്സിൽ കൃഷ്ണൻ അവതരിക്കുക തന്നെ ചെയ്യണം. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ശ്രീകൃഷ്ണ അവതാര ചരിതം നിങ്ങളിപ്പോ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ എവിടെയാണ് വാസ്തവത്തിൽ കൃഷ്ണൻ അവതരിക്കുന്നത്? സാധക ഹൃദയങ്ങളിലാണ്, സാധക ചിത്തങ്ങളിലാണ്. ആ ഭഗവാൻ അവതരിക്കുന്ന ഓരോ ഹൃദയങ്ങളും, ഓരോ സാധകന്മാരും, സാധകികമാരും എന്തായിത്തീരും? കൃഷ്ണൻ തന്നെ ആയിട്ട് അങ്ങോട്ട് പരിണമിക്കും. അതാണ് അതിൻ്റെ ഒരു ഗുണവിശേഷം. അപ്പോ ഇവിടെ മനസ്സിൽ കൃഷ്ണൻ അവതരിക്കണമെങ്കിൽ സത്വഗുണം ഉണ്ടാകണം. സത്വഗുണം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? വാസന നശിക്കണം. അപ്പൊ രജോ തമോ ഗുണങ്ങൾ നശിക്കണം. രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും ബാധയില്ലാത്ത ശുദ്ധ സത്വഗുണത്തിലെ എത്തണം. വാസ്തവത്തിൽ എന്താണ് രജോ ഗുണം എന്ന് പറഞ്ഞാൽ? രജോ ഗുണം എന്ന് പറഞ്ഞാൽ ആഗ്രഹമാണ്, കാമനകളാണ്, മോഹമാണ്. അപ്പൊ ആഗ്രഹമില്ലാതെ കർത്തവ്യ കർമ്മങ്ങൾ ചെയ്യണം. എന്താണ്? ഞാനൊരു സന്യാസിയാണ്, സന്യാസ ദീക്ഷ സ്വീകരിച്ചിരിക്കുന്ന, ലഭിച്ചിരിക്കുന്ന ഒരു ആത്മാവാണ്. അപ്പോ എനിക്കിപ്പോ എന്താണ് എന്റെ ധർമ്മം, എന്റെ കടമ? പഠനം, പാഠനം എന്ന് വെച്ചാൽ പഠിക്കുക, പഠിപ്പിക്കുക. ഇവിടെ ഈ പൂർണ്ണതയെ ബോധിപ്പിക്കലാണ് സന്യാസിയുടെ യഥാർത്ഥ ധർമ്മം. പൂർണ്ണതയിൽ ഇരുന്നു കൊണ്ട് തന്നെ സമീപിക്കുന്നവർക്ക് പൂർണ്ണത പറഞ്ഞു കൊടുക്കലാണ്. അപ്പോ തന്നെ സമീപിക്കുന്നവരെ തന്നോട് എങ്ങനെ പെരുമാറിയാലും, ഏത് രീതിയിൽ ബന്ധപ്പെട്ടാലും അവരോടൊക്കെ സമചിത്തതയോടുകൂടി അവർക്ക് ആ ആത്മജ്ഞാനത്തിന് ഉപകരിക്കുന്ന രീതിയിൽ ഉപാസനകളെയും അതുപോലെയുള്ള ആചാര്യങ്ങളെയും ക്രോഡീകരിച്ച് അവർക്ക് വ്യക്തമായിട്ട് ഉപദേശിച്ചു കൊടുക്കുകയാണ് ഒരു സന്യാസി ചെയ്യുക. അപ്പോ ഈ കർത്തവ്യകർമ്മം എന്താണ്? ഇവിടെ ഇപ്പോ മുമ്പിൽ ആരുമില്ലല്ലോ, കേൾക്കാൻ ആരുമില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനത് ചെയ്യണം? ഇങ്ങനെയുള്ള ഇച്ഛാഭംഗത്തോട് കൂടിയിട്ടല്ല, ഇത് എന്റെ ദൗത്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ എന്താണ് ഈ ഭാഗവത ധ്യാനം, അല്ലെങ്കിൽ ഞാൻ പകരുന്ന ഈ ആത്മോപദേശം അത് ലോകത്തിൽ മംഗളമായിട്ട് ഭവിക്കുക തന്നെ ചെയ്യും. എന്തിനേറെ വർത്തമാനകാലത്തിലും അത് മംഗളം സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ദൃശ്യത്തിലും അദൃശ്യത്തിലും നമ്മുടെ എന്താ പറയുക, ആ ഈ ദേവതകളും അതുപോലെ തന്നെ നമ്മുടെ പിതൃദേവതകളും അതുപോലെ തന്നെ ഉള്ള എല്ലാ അദൃശ്യ രൂപത്തിലും ദൃശ്യരൂപത്തിലുമുള്ള ആത്മാക്കളെല്ലാം ഒരു ജ്ഞാനയജ്ഞം നടത്തുന്ന സദസ്സിൽ, വേദിയിൽ സന്നിഹിതരായിരിക്കും. അപ്പൊ അവരുടെയൊക്കെ അനുഗ്രഹം നമുക്ക് ഈ സന്ദർഭത്തിലും അനുഭവിക്കാൻ സാധിക്കുകയാണ്. നമുക്കിപ്പോൾ അത് കാണുവാൻ ഉള്ള കണ്ണ് വികസിച്ചിട്ടില്ല, തെളിഞ്ഞിട്ടില്ല, പ്രകാശിച്ചിട്ടില്ല. എങ്കിലും അവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? വാസന നശിക്കണമെന്നാണ് ഇപ്പൊ പറഞ്ഞത്. എന്താ ചെയ്യേണ്ടത്? നിഷ്കാമമായിട്ട് കർമ്മയോഗത്തെ ആചരിക്കുക തന്നെ ചെയ്യണം. കാരണം എന്താ? ആഗ്രഹമില്ലാതെ ചെയ്യണം എന്ന് പറയാൻ കാരണം എന്താ? ആഗ്രഹത്തോടു കൂടിയത് കാമത്തെ വർദ്ധിപ്പിക്കും. ആ കാമം സാധിക്കാൻ വേണ്ടിയിട്ടോ എന്തകൃത്യവും ചെയ്യും. ഇപ്പൊ നമുക്ക് എന്താ പറയാ, നല്ലതായിരിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തു സ്വന്തമാക്കണമെന്ന് നമുക്ക് ആഗ്രഹം വന്നാൽ, അത് നമ്മൾ മാന്യമായ രീതിയിൽ സമീപിച്ചിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല എന്ന് വന്നാൽ എന്ത് ചെയ്യും? അതിന് നമ്മൾ സഭ്യമല്ലാത്ത രീതിയിലും അതുപോലെ കുതന്ത്രത്തിന്റെ രൂപത്തിലും ഏത് രീതിയിലാണോ അത് നമുക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുക, ആ രീതിയിൽ നമ്മൾ കർമ്മത്തെ ചെയ്യുവാൻ തയ്യാറാണ്. അതാണ് ആഗ്രഹമുള്ള കർമ്മത്തിൽ നമുക്ക് അഹങ്കാരവും അഭിമാനവും ദുരഭിമാനവും ഒക്കെ വർദ്ധിക്കുകയാണ് ചെയ്യുക. അപ്പൊ അതിന് ആ ആഗ്രഹം നടക്കാൻ വേണ്ടി എന്ത് അധർമ്മവും ചെയ്യുവാൻ മടി കാണിക്കുകയില്ല. അപ്പൊ ഇവിടെ എല്ലാവരും എന്താണ്? വാസന അനുസൃതമാണ് ജീവിക്കുന്നത്. വാസന എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ട് എന്താണ്? ഇഷ്ടാനിഷ്ടം. നമ്മുടെ ചിത്തത്തിൽ പൂർവമായിട്ട് നമ്മൾ ആർജിച്ചു വെച്ചിരിക്കുന്ന, സഞ്ചയിച്ചു വെച്ചിരിക്കുന്ന സംസ്കാരങ്ങളാണ്. അപ്പോ ഈ വാസനയ്ക്ക് അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട് എന്ത് വേണം? അതിൽ നിന്ന് നമുക്ക് മോചിക്കുവാൻ, അതിൽ നിന്ന് നമുക്ക് മുന്നിലേക്ക് പോകാൻ നിയന്ത്രണം നേടിയെടുക്കുക തന്നെ വേണം. നിയന്ത്രണത്തിന് എന്താണ് ചെയ്യുന്നത്? വർണ്ണാശ്രമധർമ്മത്തെ ആചരിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് വർണ്ണാശ്രമധർമ്മം എന്നുള്ളത്? നമ്മള് ചാതുർവർണ്ണത്തെക്കുറിച്ചും അതുപോലെ
ആ ആശ്രമധർമ്മങ്ങളെക്കുറിച്ചും നമുക്ക് 7ാമത്തെ സ്കന്ധത്തിന്റെ അവസാന ഭാഗത്ത് 3ാമത്തെ ദിവസത്തിലെ കഥാഭാഗങ്ങളിൽ ഞാനിവിടെ ഈ ഭാഗവത ധ്യാനം വഴി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കും. അപ്പോൾ നമുക്കറിയാം എന്താണ് നമ്മുടെ ആശ്രമത്തിന്റെ ധർമ്മം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. പിന്നെ ഇവിടെ ഈ വാസ്തവത്തില് കാമത്തിന്റെ ബീജങ്ങൾ, ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഇന്ദ്രിയവും മനസ്സും ബുദ്ധിയുമാണ് ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോഴോ ഈ കരണങ്ങൾ വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ അത് സാക്ഷിയായിട്ട് നമുക്ക് കാണണം. അതാണ് ഇവിടെ കാണാം നോക്കാൻ പാടുകയില്ല എന്ന് പറയുന്നത്. വ്യക്തമായ എന്താണ് കാണാൻ നോക്കാൻ പാടുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പൊ നമ്മള് സഞ്ചരിച്ച് പോവുകയാണ്. അപ്പൊ നമുക്കൊരു ചിലങ്കയുടെ ഒരു ശബ്ദം, ഒരു നാദം കേൾക്കുകയാണ്. അപ്പൊ അതെന്താണ്? അത് വല്ല ആനയും ചങ്ങല കെട്ടി വരികയാണോ? അതോ വല്ല കോമരം വെളിച്ചപ്പാടും ചങ്ങല കെട്ടി വരികയാണോ? അതോ വല്ല സ്ത്രീജനങ്ങളും പാദസരമൊക്കെ അണിഞ്ഞ് വരികയാണോ എന്നുള്ള ആകാംക്ഷയോടുകൂടി അത് ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് കാണാം. പിന്നെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്? രണ്ടാമതും അതിനെ ശ്രദ്ധിക്കുവാനോ നോക്കുവാനോ പാടുകയില്ല. അതാണ്. അപ്പൊ അതാണ് സാക്ഷിഭാവമാകുമ്പോൾ ഇതാ നമ്മുടെ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ രൂപം നമ്മളിപ്പോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പൊ പക്ഷെ ഭഗവാന്റെ രൂപത്തിൽ നമുക്ക് എന്താണ് ആഗ്രഹം ആകാം എന്ന് പറയുന്നുണ്ട്. കാരണം അത് നമ്മളെ എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതാണ്. പക്ഷെ ഇവിടെ ലൗകികങ്ങളായിരിക്കുന്ന ദൃശ്യങ്ങളിലാണ് ഈ പറയുന്നത്. അവിടെ നമുക്കൊരു കാമനയോ മോഹമോ വരാൻ പാടുകയില്ല. അപ്പൊ അതിന് സാക്ഷിഭാവത്തിന് സാക്ഷി എന്താണ്? നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ ഈ ഒരു 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 വസ്തു വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ എന്താണ് ഈ വസ്തു ഇപ്പോ നമ്മളിപ്പോ ഇവിടെ എന്താണ് ഈ ഉപകരണം ഇപ്പൊ നമ്മളിവിടെ വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. അപ്പൊ ഈ ഉപകരണത്തെ ഇപ്പൊ എന്താണ് വിൽക്കുന്നവനെ സംബന്ധിച്ചും വാങ്ങുന്നവനെ സംബന്ധിച്ചും അവൻ ഇതിന്റെ യഥാർത്ഥ സൗന്ദര്യത്തെ ആസ്വദിക്കുന്നില്ല. ഇതിന്റെ ലാഭനഷ്ടങ്ങളില് വിൽക്കുന്നവനിലും അതുപോലെ വാങ്ങുന്നവനിലും അവരുടെ മനസ്സ് വ്യാപരിക്കുന്ന അതിലാണ്. എന്നാൽ ഈ ഉപകരണത്തിലെ യാതൊരു ആസക്തിയും താല്പര്യവും മോഹമില്ലാത്ത ഒരു മൂന്നാമത്തെ ഒരാൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അയാൾ എന്താണ് ഇത് പൂർണ്ണമായിട്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൽ മോഹമില്ല, ആഗ്രഹമില്ല, ഇതെനിക്ക് സ്വന്തമാക്കണമെന്നോ ഇതിൽ നിന്നും എനിക്ക് രക്ഷപ്പെടണമെന്നോ ഈ രണ്ട് ചിന്തയുമില്ല. വേണമെന്നുമില്ല, ഇതിൽ നിന്ന് ഓടി ഒളിക്കണമെന്നുമില്ല. നിഷ്കാമം. അതാണ്. അപ്പൊ അതാണ് സാക്ഷിഭാവം. അങ്ങനെയുള്ള സാക്ഷിഭാവം വളർത്തിയിട്ട് വേണം നമ്മൾ ഈ വിഷയങ്ങളിൽ നിന്നും മോചിക്കാൻ. അപ്പൊ സാക്ഷിഭാവത്തിൽ എന്താണ്? ആസക്തി വളരുകയില്ല. അതാണ് നമ്മൾ അറിയേണ്ടത്. ഇവിടെ ആപത്തി എന്ന് പറഞ്ഞാലോ സമാധിയാണ്. സത്വാപത്തി, ആപത്തി എന്ന് പറഞ്ഞ സമാധി എന്ന് വെച്ചാൽ ഈ സമാധി ലഭിക്കണമെങ്കിലോ മനസ്സെ ഈശ്വരനിൽ ഉറയ്ക്കുക തന്നെ ചെയ്യണം. നമ്മുടെ മനസ്സെ ആത്മാവിൽ ഉറയ്ക്കുമ്പോഴാണ് നമ്മുടെ ഈ സമാധി എന്ന് വെച്ചാൽ ആപത്തി എന്ന് പറയുന്ന സത്വാപത്തി നമുക്കുണ്ടാകുന്നത്. അതിനെന്ത് വേണം? ആദ്യം ശുഭേച്ഛ. ആദ്യ യോഗ ഭൂമിക ശുഭേച്ഛയാണെന്ന് കണ്ടു. എന്ന് വെച്ചാൽ നല്ല കാര്യത്തിലുള്ള ആഗ്രഹം, നല്ലതിനെ അറിയുവാനും നല്ലതിനെ ചെയ്യുവാനുമുള്ള മോഹം. പിന്നെ നല്ലത് വാസ്തവത്തിൽ ഇവിടെ എന്താണ്? നല്ലതായിട്ട് ഈശ്വരൻ മാത്രമേ ഉള്ളൂ, സത്യം മാത്രമേ ഉള്ളൂ, ആത്മാവ് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ അപ്പൊ ഈ ശുഭേച്ഛയ്ക്ക് ശേഷം എന്ത് വേണം? സുവിചാരണ വേണം. എന്താണ് ഈ സുവിചാരണ? രണ്ടാമത്തെ യോഗഭൂമിക കണ്ടില്ലേ? മനോബുദ്ധ്യാദികളെ പരിധിയിൽ കൊണ്ടുവരുവാനുള്ള ആചാരം അല്ലെങ്കിൽ വിചാരം എന്ന് വെച്ചാൽ വിഷയം എന്ന് പറയും. പിന്നെ മൂന്നാമത്തതായിരിക്കുന്ന യോഗഭൂമിക തനുമാനസിക എന്ന് വെച്ചാൽ ഇന്ദ്രിയ വാസനകളെ തനൂകരിക്കുക. അപ്പൊ വാസനകളെ തനൂകരിക്കാൻ നമുക്ക് മൂന്നാമത്തെ ദിവസത്തിലെ കഥകളിൽ പ്രധാനമായിട്ട് എന്താണ് കാണുവാൻ സാധിച്ചത്? പ്രഹ്ലാദൻ. അപ്പൊ പ്രഹ്ലാദ ഭക്തിയെ വളർത്തണം. ആഗ്രഹത്തിന് കാരണം അപൂർണതയാണ്. അപ്പൊ അപൂർണതയെ പൂർണ്ണതയാക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടാകണം. അപ്പൊ അപൂർണതയെ പൂർണ്ണതയാക്കുവാനുള്ള ആഗ്രഹം എന്തായിരിക്കും? ഈശ്വരനെ കൊണ്ട് മനസ്സ് നിറയ്ക്കുക. ആ ആഗ്രഹമായിരിക്കണം. ഗുരുപദേശമായിട്ട് ലഭിക്കുന്ന മൂലമന്ത്രത്തെ ലഭിച്ചും ആ രൂപത്തെ ധ്യാനിച്ചും കൊണ്ട് നമ്മുടെ മനസ്സ് എപ്പോഴും പൂർണ്ണമാക്കി വയ്ക്കുക. അതാണ് സത്വാപത്തി എന്നുള്ള ഈ നാലാമത്തെ യോഗഭൂമിയിൽ നമ്മൾ എത്തിച്ചേരുവാൻ ചെയ്യേണ്ടത്.
ഇനി നമുക്ക് 10ാമത്തെ സ്കന്ധത്തിലെ വിഷയം നിരോധമാണെന്ന് കണ്ടു. നിരോധത്തിന്റെ ഡെഫിനിഷൻ നമ്മൾ പറയേണ്ടി വരും. എന്താണ് നിരോധോസ്യാനുശയനം ആത്മനസഹ ശക്തിഭിഹി എന്ന് പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ ഇവിടെ എന്താണത്? ചിത്തവൃത്തികളെ നിരോധിക്കലാണ് നിരോധം എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മുടെ മനസ്സിൽ അനുനിമിഷം അനേകങ്ങളായിരിക്കുന്ന ആലോചനകളെ കൊണ്ട്, വിചാരങ്ങളെ കൊണ്ട്, വികാരങ്ങളെ കൊണ്ട് നിറയുകയാണ്. അങ്ങനെയുള്ള നമ്മുടെ ചിത്തവൃത്തികളെ അടക്കം ചെയ്യുക, നിരോധിക്കുക, അതാണ് നിരോധം. അതെങ്ങനെ? ഇവിടെ ഭഗവത് കഥകളാൽ മനസ്സ് ഭഗവാനിൽ ആകൃഷ്ടമായിട്ട് സച്ചിദാനന്ദത്തെ അനുഭവിക്കുക. നമ്മുടെ കൃഷ്ണന്റെ അവതാരചരിതം ഇങ്ങനെ പറയുവാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ്. കഥ ഇവിടെ പറഞ്ഞു, അതിന്റെ തത്വമാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോ ആ ഭഗവത് കഥകൾ കേൾക്കുമ്പോ അതിന്റെ ആത്മാനുഭൂതിയുടെ ആ രസം അതിൽ അമർന്നിരിക്കുക, അതാണ്. പിന്നെ എന്താണ്? ലൗകികവും വൈദികവുമായ കർമ്മങ്ങളെ ഉപേക്ഷിക്കുക, അതിന് നിരോധം എന്ന് പറയുന്നുണ്ട്. അത് നാരദ മഹർഷി പറഞ്ഞിരിക്കുന്നതാണ്. 2 കർമ്മങ്ങളുടെയും ത്യാഗം. വേദവ്യാസരോട് പറഞ്ഞിരിക്കുന്ന നിരോധമാണ് ഭഗവത് കഥകൾ ശ്രവിച്ച് മനസ്സ് മറ്റ് ഒന്നിലേക്കും പോകാതെ ആ ഈശ്വരീയമായ വിഷയത്തിൽ മാത്രം അന്തർമുഖമാകുന്ന സ്ഥിതിയെ വ്യാസ ഭഗവാൻ ഇവിടെ നിരോധം എന്നുള്ളതുകൊണ്ട് അർത്ഥമാണ്. അപ്പൊ ഇവിടെ പരീക്ഷിത്തിന്റെ ചോദ്യമാണല്ലോ ആദ്യം ഉണ്ടായത്. ഭഗവാന്റെ അവതാരാദി ലീലകൾ വിശദീകരിച്ചത് മനസ്സിലായില്ല, വ്യക്തമായില്ല, അതൊന്നുകൂടി പൂർണ്ണമായി ഉപദേശിച്ചു തരണം എന്നാണ്. അതിനാണ് ശ്രീ ശുഖബ്രഹ്മർഷി കഥ പറയുന്നത് എന്ന് നമുക്കിവിടെ കഥയിലൂടെ അറിയുവാൻ കഴിയും. അപ്പൊ അവിടെ നമ്മള് എന്താണ്, അവിടെ കാളനേമി പ്രഭൃതികളായ ആ ദുഷ്ടക്ഷത്രിയന്മാരൊക്കെ രാജാക്കന്മാരായിട്ട് ജനിച്ചതും, അങ്ങനെ ഭൂമി അധർമ്മം കാരണം ഗോരൂപത്തിൽ ബ്രഹ്മാവിന്റെ അടുക്കിലേക്കും അവരെല്ലാവരും കൂടി ശിവന്റെ അടുക്കിലേക്കും അവരെല്ലാവരും കൂടി വൈകുണ്ഠത്തിലേക്കും എത്തിയതായിരിക്കുന്ന കഥ നമ്മൾ കേട്ടു. അപ്പൊ അവിടെ ഭൂഭാരഹരണത്തിനായിട്ട് ഞാൻ യദുവംശത്തിൽ വസുദേവപുത്രനായിട്ട് അവതരിക്കുമെന്നും സംഘർഷൻ ജ്യേഷ്ഠനായിട്ടും മഹാലക്ഷ്മിയും സാക്ഷാൽ ദുർഗയും അവതരിക്കുമെന്നും ഭഗവാൻ പറയുകയുണ്ടായി. എന്നിട്ട് നമുക്കറിഞ്ഞല്ലോ മധുര രാജ്യം ഭരിച്ചിരുന്ന ഉഗ്രസേനപുത്രൻ കംസനായിരുന്നു. പിന്നെ എന്താണ്, ഉഗ്രസേനന്റെ അനുജനായ ദേവകന്റെ പുത്രിയാണ് ദേവകി. അപ്പൊ ശൂരസേനപുത്രനായ വസുദേവർക്ക് ദേവകിയെ വിവാഹം ചെയ്തു കൊടുത്തു. അവിടെയുണ്ടായ അശരീരിയൊക്കെ നമ്മളിവിടെ കേട്ടു. എന്താണ്, അല്ലയോ അജ്ഞനായ കംസ, നിന്റെ ഈ സഹോദരിയിൽ ഉണ്ടാകുന്ന 8ാമത്തെ കുട്ടിയിൽ നിന്നെ കൊല്ലും. അപ്പൊ കംസന്റെ ഭാവം മാറുകയുണ്ടായി. അങ്ങനെ വസുദേവരുടെ നയതന്ത്രമായ സമീപനത്താൽ തൽക്കാലം ആ സഹോദരി വധത്തിൽ നിന്നും കംസൻ പിന്തിരിയുണ്ടായി. നാരദരെത്തിയിട്ട് കംസനെ വീണ്ടും ചൊടിപ്പിക്കുകയുണ്ടായി. സ്വന്തം കാര്യം നോക്കാൻ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം കാരണം വൃദ്ധനായ കംസൻ എന്ത് ചെയ്തു? ദേവകീ വസുദേവന്മാരെ ജയിലിലടയ്ക്കുന്ന രംഗം നമ്മൾ കണ്ടു. കുട്ടികളെല്ലാം കൊന്നുകൊണ്ടിരുന്നു. അങ്ങനെ അധികാരം കയ്യേറി. 7ാമത്തെ കുട്ടിയെ സംഘർഷണ ഭഗവാനെ യോഗമായ രോഹിണി ഗർഭത്തിലേക്കാക്കിയതും നമുക്ക് കാണുവാൻ സാധിച്ചു. അങ്ങനെ പിന്നീട് ഭഗവാൻ വസുദേവരുടെ ഹൃദയത്തിൽ പ്രവേശിച്ചു, സൂര്യനെ പോലെ പ്രകാശിച്ചു. ആ അച്യുത തേജസ്സിനെ ദേവകീ ദേവി തന്റെ ഗർഭത്തിൽ ധരിച്ചു. അപ്പോഴോ ഭയഭക്തിയുടെ പരമോന്നതിയിൽ മുങ്ങിയ കംസനിൽ സദാപി ഭഗവത് ചിന്ത മാത്രമാണ്. അഗ്നിയിൽ എങ്ങനെ തൊട്ടാലും എന്ത് സംഭവിക്കും? പൊള്ളും, അത് കത്തി ദഹിക്കും. ഈശ്വരനെ ഏത് രീതിയിൽ ഉപാസിച്ചാലും അതിന്റെ ഫലം എന്താണ്? മോക്ഷം, ആത്മജ്ഞാനമാണ്. ഇവിടെ എന്താണ്, ഇങ്ങനെ സദാവി വിരോധഭാവത്തിലാണെങ്കിലും ശത്രുതാഭാനോഭാവത്തോടു കൂടിയിട്ടാണെങ്കിലും എപ്പോഴും ആരെക്കുറിച്ചാ ചിന്ത? ഇപ്പൊ കംസന്റെ ഭഗവാനെ കുറിച്ച് മാത്രമുള്ള ചിന്തയാണ്. അങ്ങനെ ഗർഭഗതനായ ഭഗവാനെ ബ്രഹ്മാദിദേവന്മാര് ജയിലെത്തി സ്തുതിക്കുന്നതായിട്ട് നമ്മളിവിടെ ശ്രദ്ധിക്കുകയുണ്ടായി. അവിടെ സംസാര വൃക്ഷത്തിന്റെ ചിത്രം ആ സ്തുതിയിൽ നിന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. അതെന്താണ്? അതായത് സംസാര വൃക്ഷത്തെയാണ് അവിടെ ഇങ്ങനെ ആ സ്തുതിയിലൂടെ പ്രധാനമായിട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് സംസാര വൃക്ഷത്തിന് ഒരാശ്രയമുണ്ട്, 2 പഴങ്ങളുണ്ട്, 3 വേരുകളുണ്ട്, 4 രസമുണ്ട്.
5 രൂപങ്ങളുണ്ട്, 6 വികാരങ്ങളുണ്ട്, 7 തൊലികളുണ്ട്, 8 കൊമ്പുകളുണ്ട്, 9 കുത്തുകളുണ്ട്, 10 ഇലകളുണ്ട്, 2 പക്ഷികളുണ്ട്. സംസാരവൃക്ഷം ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുന്ന സ്തുതിയാണ്. എന്താണ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞപ്പോ എന്തെങ്കിലും വ്യക്തമായോ? ഇല്ലെങ്കിൽ ഇതാ വ്യക്തമാക്കി തരാം. ഒരാശ്രയം ഈ സംസാരവൃക്ഷത്തിന് എന്ന് പറഞ്ഞാൽ എന്താണ് ആശ്രയം? അത് പ്രകൃതി, പ്രകർഷേണ കൃതമായിരിക്കുന്നത്. എന്താണ് പ്രകൃതിയുടെ സ്വരൂപം? അനൃതം, ജഡം, ദുഃഖം. അനൃതം എന്ന് പറഞ്ഞാൽ ഋതമല്ലാത്തത്, സത്യമല്ലാത്തത്. ജഡം എന്ന് പറഞ്ഞാലോ ചൈതന്യമല്ലാത്തത്. ദുഃഖം എന്ന് പറഞ്ഞാലോ സുഖമല്ലാത്തത്. അനൃത ജഡ ദുഃഖസ്വരൂപമാണ് ഈ പ്രകൃതിയുടെ മായാസ്വരൂപം. പിന്നെ 2 പഴങ്ങളുണ്ട് ഈ പ്രകൃതിക്ക്, ഈ സംസാരത്തിന് എന്ന് പറഞ്ഞാലോ എന്താണ് 2 പഴങ്ങളെ? സുഖദുഃഖങ്ങളാണ്. സുഖമാകുന്ന ഒരു പഴം, ദുഃഖമാകുന്നൊരു പഴം. സുഖമാകുന്ന പഴം അനുഭവിക്കണമെങ്കിൽ, ഭുജിക്കണമെങ്കിൽ എന്ത് വേണം? പുണ്യകർമ്മത്തിന്റെ ഫലം നമ്മിൽ ഉണ്ടായിരിക്കണം. ദുഃഖമായിരിക്കുന്ന ഫലം നമ്മൾ അനുഭവിക്കാൻ കാരണം എന്താണ്? പാപകർമ്മത്തിന്റെ ഫലമാണ്. നമ്മുടെ മനസ്സിലോ നമ്മുടെ വിചാരത്തിലോ നമ്മുടെ കർമ്മത്തിലോ എവിടെയെങ്കിലും പാപചിന്തയുണ്ടെങ്കിൽ നമുക്ക് ദുഃഖം അനിവാര്യമാണ്. അപ്പൊ അതിൽ നിന്നുള്ള മോചനം അത് ആ ഈശ്വരാശ്രയത്തിൽ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അപ്പൊ എന്താ വെച്ചാൽ ദുഃഖം ഇല്ലാതെയാവുക എന്നുള്ളതെല്ലാം ഏത് ദുഃഖമാണോ ഇന്ന് അനുഭവിക്കുന്നത് അതിലും വലിയ ദുഃഖം നാളെ വന്നാലും അതിനെ നമുക്ക് പരാതി കൂടാതെ സഹിക്കുവാൻ കഴിയും. സന്തോഷത്തോടുകൂടി തരണം ചെയ്യുവാൻ കഴിയും. അതാണ് അതിൻ്റെ ഒരു മഹിമ. ഇങ്ങനെ ഈ സംസാരവൃക്ഷത്തിന് 2 പഴങ്ങൾ പറഞ്ഞതിന് ശേഷം 3 വേരുകളുണ്ട് എന്നാണ് പറഞ്ഞത്. എന്താണ് 3 വേരുകള്? ത്രിഗുണങ്ങളാണ്. എന്താണ് ത്രിഗുണങ്ങള്? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. തമോ ഗുണം കൊല്ലിക്കും, നശിപ്പിക്കും. രജോ ഗുണം ദുഃഖിപ്പിക്കും. സത്വഗുണം രക്ഷിക്കും. ഇതാണ് ഈ പ്രപഞ്ചത്തിന്റെ 3 വേരുകൾ. പ്രപഞ്ചത്തിലുള്ള 3 വേരുകൾ എന്താണ്? ത്രിഗുണങ്ങളാണ്. ഇനി 4 രസമുണ്ടെന്ന് പറഞ്ഞു. എന്താണ് 4 രസം? പ്രപഞ്ചത്തിന്റെ ഈ സംസാര വൃക്ഷത്തിന്റെ 4 രസം പുരുഷാർത്ഥ ചതുഷ്ടയമാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതാണ് ഇതിലെ രസം എന്ന് പറയുന്നത്. ധർമാർത്ഥ കാമമോക്ഷങ്ങൾ. ധർമ്മത്തെക്കുറിച്ചും അർത്ഥത്തെക്കുറിച്ചും കാമത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും ഇവിടെ സുവ്യക്തമായി പറഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ 7ാമത്തെ സ്കന്ധത്തില്. മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് സന്യാസം. എന്നുവെച്ചാൽ ആശ്രമ വ്യവസ്ഥ ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി 4 രസങ്ങൾ പ്രപഞ്ചത്തിന് പറഞ്ഞതിന് ശേഷം എന്താണ് പിന്നെ പറയണത്? 5 രൂപങ്ങളുണ്ട് ഈ സംസാര വൃക്ഷത്തിൽ. എന്താണ് 5 രൂപങ്ങള്? അതായത് ജ്ഞാനേന്ദ്രിയങ്ങൾ. 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ്. ശ്രോത്രം, ത്വക്ക്, ചക്ഷു, പിന്നെന്താ? ശ്രോത്രം, ത്വക്ക്, ചക്ഷു, ഘ്രാണം, രസന, ഗ്രാമം. അതാണ് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. ശ്രോത്രം എന്ന് പറയുമ്പോൾ ഈ ചെവിയല്ല. ഈ ചെവിയുള്ളവർക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നില്ല. ഈ ചെവിയുടെ ഉള്ളിൽ ഒരു ഇന്ദ്രിയമുണ്ട്, ശ്രോത്രേന്ദ്രിയം. പിന്നെ ത്വഗേന്ദ്രിയം. ഈ തൊലിയല്ല. ഈ തൊലിയുള്ള എല്ലാവർക്കും ഇവിടെ തൊടുമ്പോ സുഖമോ ദുഃഖമോ അല്ലെങ്കിൽ സ്പർശസുഖം അറിയുന്നില്ല. അപ്പോ ആ സ്പർശന അനുഭവം കൊടുക്കുന്ന ഇന്ദ്രിയം ശ്രോത്രം, ത്വക്ക്. പിന്നെ ചക്ഷു. ചക്ഷു എന്ന് പറഞ്ഞാൽ കണ്ണ്. ഈ കണ്ണുള്ള എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ കണ്ണിനെ കാഴ്ച ശക്തി കൊടുക്കുന്ന ഇന്ദ്രിയമാണ് ആ ചക്ഷുരേന്ദ്രിയം. പിന്നെന്താണ്? രസനേന്ദ്രിയം. നമ്മുടെ നാവ് രുചി അറിയുമ്പോൾ അത് ജ്ഞാനേന്ദ്രിയമാണ്. പിന്നെ ഘ്രാണേന്ദ്രിയം, ഗന്ധം. നമ്മൾ മണമറിയുമ്പോൾ അതാണ് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇതാണ് 5
രൂപങ്ങൾ ഈ സംസാരത്തിൽ. എന്നുവെച്ചാൽ ഈ ദേഹത്തെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിണ്ടാണ്ടം അത് തന്നെ ബ്രഹ്മാണ്ടത്തിലുള്ളത് എന്ന് കാണിക്കുകയാണ്. പിന്നെ 6 വികാരങ്ങളുണ്ട്. എന്താണ് 6 വികാരങ്ങള്? ഷഡ്വികാരങ്ങൾ. അസ്ഥി ജായത എന്നൊക്കെ എന്ന് വെച്ചാൽ ജനിക്കുക, ജനനം, പിന്നെ ബാല്യം, കൗമാരം, യൗവനം, ജര, നര എന്നുള്ള രീതിയിലുള്ള ഈ ഷഡ്വിധ പരിണാമങ്ങളെയാണ് ഇവിടെ ഈ 6 വികാരങ്ങളായിട്ട് പറയുന്നത്. പിന്നെ 7 തൊലികളുണ്ട് എന്നാ പറയുന്നത് ഈ സംസാര വൃക്ഷത്തിന്. എന്താണ് 7 തൊലികളെ? സപ്തധാതുക്കളാണ് 7 തൊലികൾ. എന്താണ് സപ്തധാതുക്കള്? ത്വഗ്അസ്ത്ര മാംസം മേധസസ്തി മജ്ജാശുക്ലം എന്ന് പറയും. അതാണ് സപ്തധാതുക്കളെയാണ് 7 തൊലികളായിട്ട് പറയുന്നത്. പിന്നെ 8 കൊമ്പുകളുണ്ട് ഈ സംസാര ചക്രത്തിന്. എന്താണ് 8 കൊമ്പുകളെ? അഷ്ടധാ പ്രകൃതി എന്ന് വെച്ചാലോ പഞ്ചഭൂതങ്ങളും അതുപോലെ അന്ധകരണത്തെയും ചേർത്തിട്ടാണ് അവിടെ അഷ്ടധാ പ്രകൃതിയെ പറയുന്നത്. പിന്നെ 9 പൊത്തുകളുണ്ട് ഈ സംസാര വൃക്ഷത്തിന്. എന്താ 9 പൊത്തുകള്? നവദ്വാരേ പുരേദേഹി. നവദ്വാരങ്ങൾ, 9 ദ്വാരങ്ങളുണ്ട് നമ്മുടെ ദേഹത്തില്, അല്ലേ? കണ്ണ്, 2 കണ്ണ്, 2 മൂക്ക്, 2 ചെവി, എത്രയായി? 2, 4, 6, 7. പിന്നെയോ ജനനേന്ദ്രിയം, ബുധേന്ദ്രിയം. ഇതാണ് പ്രധാനമായിരിക്കുന്ന 9 ദ്വാരങ്ങൾ. പിന്നെ രോമദ്വാരം കൂടിയിട്ടെങ്കിൽ കൂടാനുകൂടിയുണ്ട്. പക്ഷെ നവദ്വാരങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ചെവി, അതുപോലെ നമ്മുടെ കണ്ണ്, നമ്മുടെ മൂക്ക്, നമ്മുടെ വായ്, പിന്നെ നമ്മുടെ ജനനേന്ദ്രിയം, പിന്നെ നമ്മുടെ വിസർജനേന്ദ്രിയം, ബുധേന്ദ്രിയം എന്ന് വെച്ചാൽ മലം പോകുന്നത്, അതുപോലെ മൂത്രം പോകുന്നത്, ഇങ്ങനെയുള്ള 2. അപ്പൊ മൊത്തം 9 ഈ നവദ്വാരങ്ങളെയാണ് ഇവിടെ പറയുന്ന 9 പൊത്തുകളുണ്ട് എന്ന് പറയുന്നത്. 10 ഇലകളുണ്ട് ഈ സംസാര വൃക്ഷത്തിൽ. എന്താണ് 10 ഇലകള്? 10 ഇലകൾ എന്ന് പറയുന്നത് ദശപ്രാണന്മാരാണ്. എന്താണ് ദശപ്രാണന്മാര്? പ്രാണൻ, അപാനൻ, ഉദാനൻ, വ്യാനൻ, സമാനൻ. പ്രാണാപാന വ്യാനോദാന സമാന. പ്രാണൻ, പ്രാണാപാന വ്യാനോദാന സമാനം. ഇതാണ് 5 പ്രാണന്മാർ. 5 ഉപപ്രാണന്മാരെന്താണ്? നാഗൻ, കൂർമൻ, ദേവദത്തൻ, ധനഞ്ജയൻ, കൃകൻ. ഇതാണ് 10 ഇലകൾ ഈ സംസാര വൃക്ഷത്തിൽ. പ്രപഞ്ചത്തിലുള്ള 10 വായുക്കളാണ്. പിന്നെയോ പിന്നെ ഇതിന് ഈ സംസാര വൃക്ഷത്തില് പിന്നീട് നമുക്ക് എന്താണ് പ്രധാനമായിട്ട് പറയുന്നത്? 2 പക്ഷികളുണ്ട് എന്നാണ്. എന്താണ് ഈ സംസാര വൃക്ഷത്തിലുള്ള 2 പക്ഷികൾ? ഈ സംസാര വൃക്ഷത്തിൽ പറയുന്ന 2 പക്ഷികള് ജീവാത്മാവും പരമാത്മാവുമാണ്. എന്താണ് 2 പക്ഷികള്? ഒന്ന് ജീവാത്മാവ്, 2 പരമാത്മാവ്. വാസ്തവത്തിൽ ഈ ജീവാത്മാവിനെയും പരമാത്മാവിനെയും പര്യായ ശബ്ദങ്ങളായിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ട് ഇത് പര്യായ ശബ്ദങ്ങളായിട്ട് പറയുന്നതോ? ഇവിടെ 1 മാത്രമേ ഉള്ളൂ, 2 ഇല്ല. പക്ഷെ നമ്മൾ അജ്ഞാന ദശയിൽ ഇരിക്കുമ്പോഴെന്താണ്? ജീവൻ, അതുപോലെ ജഗത്ത്, ഈശ്വരൻ, പ്രപഞ്ചം എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ വ്യത്യസ്തമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജീവേശ്വര ജഗത് ഭേദം, ജീവനും ഈശ്വരനും ജഗത്തും ഭേദത്തോടു കൂടിയതാണ് എന്ന് നമ്മൾ അറിയുകയാണ്. അതാണ്. അപ്പോ ഇവിടെ എന്താണ്? ഇത് ഏകമാണ് എന്ന് നമുക്ക് അറിയുവാൻ സാധിക്കണം. എന്തായാലും 2 പക്ഷികൾ എന്ന് പറയുന്നത് ജീവാത്മാവും പരമാത്മാവിനെയുമാണ്. ഇങ്ങനെ ഈ സംസാര വൃക്ഷത്തിന്റെ സ്ഥിതിയെ പറഞ്ഞതിനു ശേഷം പിന്നെ ബ്രഹ്മാദിദേവന്മാര് പറയുന്നത് ഇതിൽ നരജന്മം ദുർലഭമായിട്ടാണ് നമുക്കിവിടെ ഇങ്ങനെ ഒരു നരജന്മം ലഭിക്കുന്നത്. അപ്പൊ ദുർലഭമായിട്ട് ലഭിക്കുന്ന ഈ നരജന്മം, അതിൽ പുരുഷത്വം. ഇവിടെ പുരുഷത്വം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ആണായി ജനിച്ചു പെണ്ണായി ജനിച്ചു എന്നുള്ള അർത്ഥത്തിലുള്ള പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നരൻ അത് മനുഷ്യൻ തന്നെയല്ലേ എന്ന് വെച്ചാൽ ജീവൻ എന്നുള്ള അർത്ഥമാണ്. അപ്പോ പുരുഷത്വ ബോധത്തോടുകൂടി എന്ന് പറഞ്ഞാൽ എന്താണ്?
ഈശ്വര വിശ്വാസത്തോടുകൂടി ആത്മബോധത്തോടുകൂടി ഇല്ലെങ്കിൽ ആത്മാവ് എന്നൊന്നുണ്ട് എന്നുള്ളൊരു അവബോധത്തോടു കൂടിയിട്ട് ഏതൊരാളാണ്, അത് സ്ത്രീ ആയിക്കൊള്ളട്ടെ പുരുഷനായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ, അങ്ങനെയുള്ളൊരു അധികാരി ജനതയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ സ്ത്രീ പുരുഷ എന്നുള്ള രീതിയിൽ ആ ലിംഗഭേദം വരുത്തിയിട്ട് ഒരാൾക്ക് ശ്രേഷ്ഠതയും ഒരാൾക്ക് നികൃഷ്ടതയും പ്രദാനം ചെയ്യുവാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ പറയുന്നത്. നരജന്മത്തിൽ മനുഷ്യജന്മം ലഭിക്കുക എന്ന് പറയുന്നത് ദുർലഭമാണ്. ഈ മനുഷ്യജന്മം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ പുരുഷത്വ ബോധം, ജീവേശ്വര ജഗത് അത് ഏകമായിട്ട് അറിയുന്ന ഒരു ചിന്താശേഷി, അങ്ങനെയുള്ള ദിവ്യമായിരിക്കുന്ന ജന്മം ലഭിക്കുക എന്നുള്ളത് അതിലും ദുർലഭമാണ്. പിന്നെ എന്താണ് അതിലും ദുർലഭമാണ് മഹാപുരുഷ സംശയം. ഇപ്പൊ നമ്മളിവിടെ ആത്മജ്ഞാനത്തെ ഭാഗവതം വെളിപ്പെടുത്തിയിരിക്കുന്നത് അറിയാവുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മഹാപുരുഷന്മാര് ഗുരുജനങ്ങളെ നമുക്ക് ലഭിക്കുമ്പോഴാണ് ഗുരുമുഖത്തിൽ നിന്നും നമുക്ക് ആത്മീയതയുടെ രഹസ്യം അറിയുവാൻ സാധിക്കുന്നത്. ഇപ്പൊ ഗുരുജനങ്ങളുമായിരിക്കുന്ന സംസർഗം, ഗുരുജനങ്ങളുമായിരിക്കുന്ന ഗുരുജനങ്ങളെ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ എന്തായിരിക്കും, ഗുരുജനങ്ങളെ നമുക്ക് ലഭിക്കുമ്പോൾ അവിടെ നമുക്ക് സത്സംഗത്തിന് അവസരം ഉണ്ടാകുകയാണ്. അപ്പൊ സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്തെ നിർമോഹത്വം, നിർമോഹത്തെ നിശ്ചലതത്വം, നിശ്ചലതത്തെ ജീവൻ മുക്തി. അപ്പൊ അതാണ്. അപ്പൊ ഇവിടെ സംസാര വൃക്ഷം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. സംസാര വൃക്ഷം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്താണ് പിന്നെ നമ്മൾ കേട്ടത്, അതില് അതിദുർലഭമായിട്ടാണ് നമുക്ക് ഈ നരജന്മം ലഭിച്ചിരിക്കുന്നത് എന്ന് ശ്രവിക്കുവാൻ സാധിച്ചു. നരജന്മം ലഭിച്ചതിന് ശേഷം അതില് ദുർലഭമാണ് എന്ന് വെച്ചാൽ ജീവേശ്വര ജഗത്തിനെ കുറിച്ചിട്ടുള്ള അവബോധത്തോടു കൂടിയിരിക്കുന്ന ഒരു ജന്മം. പിന്നെ അതിലും ഇതാണ് നമുക്ക് ഗുരുജനങ്ങളെ, സന്യാസിമാരും സന്യാസാശ്രമങ്ങളോടുള്ള താല്പര്യം. പിന്നെ പറയാണ്, ഭഗവത് ലീലകൾ ശ്രവിക്കുന്നവരും നാമം ജപിക്കുന്നവരും ഈ സംസാര വൃക്ഷത്തെ തരണം ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഭഗവാന്റെ തൃപ്പാദത്തെ ആശ്രയിച്ചവർക്ക് എന്താപത്തുകൾ വന്നാലും അതൊന്നും ബാധിതമായി തീരുകയില്ല. ഭക്തനൊരിക്കലും അധപതനമുണ്ടാവുകയില്ല. ഭക്തർക്ക് ഭക്തിയില്ലാത്തവരോ അവര് സിദ്ധന്മാരായാലും വൈകുണ്ഠം വരെ എത്തിയാലും അധപതിക്കുവാനുള്ള സാധ്യത വളരെ അധികം ഉണ്ട്. ഇന്ദ്രിവടിയിലെ ഭക്തി ഉണ്ടാവുക എന്നത് തന്നെയാണ് മനുഷ്യജന്മത്തിന്റെ പരമലാഭം എന്നുള്ള ആ ശാസ്ത്രീയമായ രഹസ്യത്തെ അവിടെ ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്താണ്? അതായത് ഇവിടെ ഭഗവാന്റെ തൃപ്പാദത്തെ ആശ്രയിച്ചവർക്ക് എന്താപത്ത് വന്നാലും അതൊന്നും ബാധിതമാവുകയില്ല എന്നറിയുവാൻ സാധിച്ചു. കാരണം എന്താ, ഭക്തർക്കൊരിക്കലും അധപതനമുണ്ടാവുകയില്ല. ഈ ഭക്തിയില്ലാത്തവരോ അവര് സിദ്ധന്മാരായാൽ കൂടി അവര് വൈകുണ്ഠം വരെ എത്തിയാലും അവർക്ക് അധപതിക്കുവാനുള്ള സാധ്യത വളരെ അധികമുണ്ട്. പിന്നെ പറയുകയാണ്, മറ്റേ ബ്രഹ്മാദി ദേവന്മാര് അതിന് മഹാവിഷ്ണുവാണിപ്പോ നമ്മുടെ വസുദേവ പുത്രനായിട്ട് ദേവകീ ദേവിയില് ഇവിടെ ഗർഭത്തിൽ കിടക്കുന്നത്. ആ ഭഗവാനെയാണ് ഇവിടെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുന്നത്? നിന്തിരുവടിയിൽ ഭക്തി ഉണ്ടാവുക എന്നത് തന്നെയാണ് മനുഷ്യജന്മത്തിന്റെ പരമലാഭം. അതാണ് ശാസ്ത്ര രഹസ്യം. നമ്മൾ ഒന്നാമത്തെ സ്കന്ധത്തില് വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ആശയമാണ്. ഇങ്ങനെയെല്ലാം സ്തുതിച്ച് ബ്രഹ്മാദി ദേവന്മാരവിടെ അന്തർദാനം ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? ചിങ്ങത്തിൽ അഷ്ടമിയും രോഹിണിയും ചേർന്ന ദിവസം ആ നിശീധം എന്ന് പറയുന്ന മുഹൂർത്തത്തിൽ, എന്നുവെച്ചാൽ അസ്തമയം കഴിഞ്ഞ് 6 മണിക്കൂറും അതുപോലെ 60 വിനാഡിയും കഴിഞ്ഞ് വരുന്ന സമയത്തെയാണ് വാസ്തവത്തിൽ നിശീധം എന്ന് പറയുന്ന മുഹൂർത്തമായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് അർദ്ധരാത്രിയിലാണ് ഭഗവാന്റെ അവതാരം എന്ന് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. ആ സമയത്ത് എന്താണ്? ദിക്കുകളെല്ലാം പ്രകാശിച്ചു, സജ്ജനങ്ങളുടെ മനസ്സേറ്റവും സന്തോഷിച്ചു. അങ്ങനെയുള്ള അത്ഭുതങ്ങളെല്ലാം കൂടിച്ചേർന്ന ആ അർദ്ധരാത്രി സമയത്താണ് ശ്രീകൃഷ്ണ ഭഗവാൻ ആവിർഭവിച്ചത്. നമ്മളിവിടെ കേട്ടു ആ കഥാഭാഗം. അവിടെ എന്താണ്? രത്നങ്ങളാൽ മിന്നിത്തിളങ്ങുന്ന കിരീടം, പഞ്ചമിചന്ദ്രനെ പോലെ ശോഭിക്കുന്ന തിരുനെറ്റിയിൽ ഗോപിക്കുറി, താമര ഇതൾ പോലെ ദയാർദ്രങ്ങളായ നയനങ്ങളും ചതുർഭുജങ്ങളിലുമായിട്ട് ശംഖുചക്ര ഗദാപത്മങ്ങൾ ധരിച്ചിരിക്കുന്ന, പിന്നെ കണ്ഠപ്രദേശത്തിലെ കൗസ്തുഭരത്നം, ശ്രീവത്സത്തെ ധരിച്ച തിരുമാർവിടം, പാദം വരെ പരിലസിക്കുന്ന വനമാല,
തങ്കക്കസവോടുകൂടിയ പീതാംബരപ്പെട്ട പൊഞ്ചിലം മണിഞ്ഞ തൃപ്പാദങ്ങളെ. അങ്ങനെ ആ ഭഗവാനോട് ദേവകി വസുദേവന്മാർ എന്താ പ്രാർത്ഥിച്ചത്? കംസനിൽ നിന്നുമുള്ള ഭയം കളഞ്ഞു രക്ഷിക്കണമേ എന്നാണ്. അപ്പൊ ഭഗവാൻ അവരോട് പറഞ്ഞു, പൂർവ്വജന്മത്തിൽ നിങ്ങൾ പൃഷ്ണീസുത ദമ്പതികളായിരുന്നു. സന്തത്യർത്ഥം അത് നമ്മളിവിടെ കഥ കേട്ടിട്ടുള്ളതാണ്. നിന്തിരിപടിയെ പോലെ പുത്രരുണ്ടാകണമെന്ന് 3 പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് 3 പ്രാവശ്യം ഭഗവാൻ അവരിൽ അവതരിച്ച വിധാനവും നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായി. ഈ ജന്മത്തോടുകൂടി നിങ്ങൾക്ക് മോക്ഷമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഭയക്കുന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോയി അമ്പാടിയിൽ കിടത്തുക എന്ന് പറയുകയാണ്. കാവൽക്കാരെല്ലാം നിന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഇതിന്റെ താല്പര്യം? ഭഗവാനെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ജീവിതയാത്ര തുടരുന്നവർക്ക് ബന്ധങ്ങളോ പ്രതിബന്ധങ്ങളോ ബാധകമല്ലെന്ന് കാണിക്കുകയാണ്. പമ്പാടിയിലോ നന്ദഭവനത്തിലെത്തി ആ മായാശിശുവിനെ ദേവകിയുടെ കയ്യിൽ കൊടുത്തു. പ്രകൃതിയെല്ലാം പഴയതുപോലെയായി. അപ്പൊ കംസൻ പരിഭ്രമിച്ച് ജയിലിലെത്തി. കാലിടറി കിരീടം വീണുപോയി. മുടി അഴിഞ്ഞൊന്നും അറിഞ്ഞില്ല. ജ്യേഷ്ഠന്റെ പുത്രഭാര്യയാകുവാൻ യോഗ്യതയുള്ള ഈ മോളെയെങ്കിലും വിട്ടു തന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഗർഭോദകക്കിളങ്ങിയായ കുട്ടിയെ കംസനാകുന്ന രാക്ഷസൻ, ആ കംസനാകുന്ന എന്താ പറയാ തമോ ഗുണി എന്ത് ചെയ്തു? രജോ ഗുണി എന്ത് ചെയ്തു? തമോ ഗുണിയും രജോ ഗുണിയുമാണ് കംസൻ. കൊല്ലുവാൻ വേണ്ടി ശ്രമിച്ചപ്പോ കംസന്റെ കയ്യിൽ നിന്നും മേലോട്ട് ഉയർന്നിട്ട് 1000 ബാലാർക്കന്മാരുടെ ചന്ദ്രപ്രഭയോടെ ആകാശത്തിൽ ശോഭിച്ചു. ദിവ്യമാലങ്ങൾ ചാർത്തി 8 തൃക്കൈകളിലും ദിവ്യായുധങ്ങളെ ധരിച്ച് പട്ടുടയാലും രത്നാഭരണങ്ങളാലും അലങ്കൃതയായ സിദ്ധചാരണ ഗന്ധർവന്മാരിൽ സ്തുതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുർഗാ ഭഗവതി പറഞ്ഞു, ഹേ മന്ദബുദ്ധിയായ കംസ, എന്നെ കൊന്നിട്ടു കാര്യമില്ല. നിന്റെ അന്തകൻ ഭൂമിയിൽ അവതരിച്ചു കഴിഞ്ഞു. ശുദ്ധ സത്വഗുണ സ്വരൂപിയായിരിക്കുന്ന ഭഗവാന്റെ അവതാരം ഭഗവത്പാദ ഭക്തിയാൽ സംസാരത്തിൽ നിന്നും രക്ഷ നേടുവാനായിട്ടുള്ള ഉപായമാണെന്ന് എല്ലാവരും അറിയുക തന്നെ ചെയ്യണം. അപ്പൊ സാധുക്കളെ പോലെ സന്യാസിമാരെ പോലെ പ്രസന്ന മനസ്സുള്ളവർക്ക് മാത്രമേ ഈ ശ്രീകൃഷ്ണ ഭഗവത് അവതാര ചരിത്രം ഉൾക്കൊള്ളുവാൻ സാധ്യമാകൂ. മനസ്സേറ്റവും പരിശുദ്ധമാകുമ്പോഴാണ് മനസ്സിൽ ഭഗവാൻ അവതരിക്കുകയുള്ളൂ. അപ്പൊ 4ാമത്തെ ദിവസത്തെ യോഗഭൂമികയായ ഈ സത്വാഭക്തിയിൽ എത്തുവാൻ എന്ത് വേണം? ശ്രീകൃഷ്ണൻ മനസ്സിൽ പ്രകാശിക്കുക തന്നെ ചെയ്യണം. ശ്രീകൃഷ്ണൻ മനസ്സിൽ പ്രകാശിക്കണമെങ്കിലോ തപസ്സനുഷ്ഠിക്കണം. നമ്മുടെ ദേവകി വസുദേവന്മാരെ കഴിഞ്ഞ ജന്മങ്ങള് തപസ്സനുഷ്ഠിച്ചവര് നമ്മളും ഈ ജന്മത്തിൽ ഈ മഹാഭാഗ്യത്തെ കുറിച്ച് അറിയുമ്പോൾ നാമം ജപിക്കാൻ തുടങ്ങിക്കോളൂ. ഗുരുമുഖത്തിൽ നിന്ന് ഉപദേശമായിട്ട് സ്വീകരിച്ച് ഈശ്വരന്റെ ഒരു മൂലമന്ത്രത്തെ ജപിച്ചും ഈശ്വരന്റെ ഒരു രൂപധ്യാനത്തെ ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യകർമ്മത്തെ സ്വധർമ്മമായിട്ട് ആചരിച്ചു പോകൂ. തീർച്ചയായും നിങ്ങളുടെ ജീവിതവും സഫലമാക്കും. ഇനി നമുക്ക് ഗോകുലത്തിലെ കഥകളും ആ കഥകളുടെ തത്വത്തെയും കുറിച്ച് വിചാരം ചെയ്യുവാൻ ആരംഭിക്കാം.